ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹോണ്ട ഡിയോ ആണ് വണ്ടി. പുകയുടെ കംപ്ലൈൻ്റ് ആയിട്ട് അയച്ചതാണ്. നല്ല രീതിയിൽ പുകയുടെ പ്രോബ്ലം കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഓയിലില്ലാതെ ഓടിയതാണ് വണ്ടി. അപ്പോൾ നമ്മൾ ഓയിൽ മാറ്റി ഫില്ല് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ പുക വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ്. അതിൻ്റെ സിലിണ്ടർ പിസ്റ്റണൊക്കെ നല്ല രീതിയിൽ സിലിണ്ടറിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ സ്ക്രാച്ച് വന്ന് പിടിച്ചാണ് ഈ കാണുന്നത്. ഇതേപോലെ നല്ല സ്മൂത്തായിട്ടിരിക്കേണ്ട ഭാഗമാണ്. അപ്പോൾ ആ ഭാഗം ശരിക്കും അതിൻ്റെ ഉള്ളിൽ പിടിച്ചിട്ട് മൊത്തം വരപ്പെട്ട് സ്ക്രാച്ചായി സിലിണ്ടറിൻ്റെ ഉള്ളിലും സ്ക്രാച്ച് വന്നിട്ടുണ്ട് ഫുള്ളായിട്ട്. അപ്പോൾ ആ ഗ്യാപ്പിൽ കൂടെ ഓയിൽ ഫേസിലേക്ക് കയറി വന്നിട്ടാണ് കത്തി പുക വന്നുകൊണ്ടിരുന്നത് കേട്ടോ. നിലവിൽ നമുക്ക് സിലിണ്ടർ കിറ്റ് മാറ്റണം. സിലിണ്ടർ കിറ്റ് എന്ന് പറയുമ്പോൾ സിലിണ്ടർ പിസ്റ്റൺ അടക്കം വരുന്ന ഈ കിറ്റായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ അത് നമുക്ക് മാറ്റി സെറ്റ് ചെയ്യാം. പിന്നെ ഓയിലില്ലാണ്ട് ഓടുമ്പോൾ വന്ന വേറെ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ക്യാം ഷാഫ്റ്റിൻ്റെ ഈ സൈഡ് വരുന്ന ബെയറിങ്ങിന് പ്ലേ വരും. ബെയറിങ്ങുകളൊക്കെയാണ് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരാം. ക്യാം ഷാഫ്റ്റിന് തേയ്മാനം വന്നിട്ടില്ല, അതിനുള്ള കിലോമീറ്റർ വണ്ടി ഓടിയില്ല. അതിന് മുമ്പ് തന്നെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അപ്പോൾ ക്യാം ഷാഫ്റ്റ് ഫുള്ളായിട്ട് മാറണ്ട, നമുക്ക് അതിൻ്റെ സൈഡിൽ വരുന്ന ഈ രണ്ട് ബെയറിങ്ങുകൾ മാറ്റി നമുക്ക് റീസെറ്റ് ആക്കാം. അതേപോലെ റോക്കറാമിൻ്റെ ബെയറിംഗ് ഒന്നും വേറെ നിലയിൽ വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല, പ്ലേ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ റോക്കറാമൊക്കെ അത് തന്നെ യൂസ് ചെയ്യാം. ക്യാം ഷാഫ്റ്റ് നമുക്ക് ലെയ്ത്തിൽ എന്തെങ്കിലും ഹെഡ് ലെയ്ത്തിലേക്ക് വിടണം, ആ കൂട്ടത്തിൽ കൂടെ സൈഡ് ബെയറിങ് മാറ്റി റീസെറ്റ് ആക്കാം. പിന്നെ വാൽവ് രണ്ടെണ്ണം മാറ്റണം. കാരണം ഈ വാൽവ് എക്സോസ്റ്റ് വാൽവ് ശരിക്കും പറഞ്ഞാൽ ലീക്കാണ്, കംപ്രഷൻ ലീക്കും കാണിക്കുന്നുണ്ട്. അപ്പോൾ എക്സോസ്റ്റ് വാൽവും ഇൻലെറ്റും മാറ്റുമ്പോൾ കിറ്റായിട്ട് മാറുള്ളൂ. എക്സോസ്റ്റും ഇൻലെറ്റും കിറ്റ് വാൽവ് കിറ്റ് മാറ്റിയിടും. ഗൈഡിന് തേയ്മാനം ഉണ്ടെങ്കിൽ ഗൈഡും മാറ്റിയിട്ടാണ് റീസെറ്റ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ നിലവിൽ നമുക്ക് എൻജിൻ ഹെഡിൻ്റെ, അതായത് പവർ ജനറേറ്റ് ചെയ്യുന്ന ഭാഗത്താണ് കംപ്ലയിൻറ്റ് വന്നേക്കാം. ക്രാങ്ക് ഷാഫ്റ്റ്, സിലിണ്ടർ, പിസ്റ്റൺ, അതങ്ങനെയാണ് ഒരു സെക്ഷൻ വരാം. പിന്നെ സ്കൂട്ടറിന് വരുന്ന രണ്ടാമത്തെ ഒരു സെക്ഷൻ CVT ക്ലച്ചാണ്. അതുകൂടാതെ പിന്നെ വന്നത് ഗിയർ ബോക്സ് അടക്കം വരുന്ന ട്രാൻസ്മിഷൻ സെറ്റ്. അങ്ങനെ 3 വിഭാഗമായിട്ടാണ്. ഒറ്റ യൂണിറ്റ് ആണെങ്കിലും അതിൽ തന്നെ 3 പാർട്ടീഷനാണ് ഈ പറഞ്ഞ ഓരോ ഭാഗങ്ങളും. പവർ ജനറേഷൻ വരുന്ന സിലിണ്ടർ, പിസ്റ്റൺ അടക്കം വരുന്ന ഒരു ഭാഗം, CVT ക്ലച്ച് ഒരു ഭാഗം, ഗിയർ ട്രാൻസ്മിഷൻ വേറെ സെക്ഷൻ. അങ്ങനെയാണ് എൻ്റെ കംപ്ലയിൻറ്റ് പാർട്ടീഷൻ തന്നെ. അപ്പോൾ നിലവിൽ നമുക്ക് ഇത്ര ഭാഗം കമ്പൽസറി ആയിട്ട് ചെയ്യണം. ഈ ക്ലച്ചിൻ്റെ ഭാഗത്ത് പ്രത്യേകിച്ച് കംപ്ലയിൻസുകളില്ല. ഞാൻ അതിൻ്റെ ബെൽറ്റ് കണ്ടീഷനൊക്കെ നോക്കി, വേറെ കുഴപ്പമൊന്നുമില്ല. ക്ലച്ച് യൂണിറ്റൊക്കെ ഓക്കെയാണ്. അപ്പോൾ ക്ലച്ചിനകത്ത് വേറെ പ്രോബ്ലം ഇല്ല. പക്ഷേ ഗിയർ ബോക്സിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡൊക്കെ ഓയിൽ ലീക്ക് ഉള്ളതുകൊണ്ടാണ് ഇതേപോലെ ചെല്ലി പിടിച്ചിരിക്കുക. അതിൻ്റെ ഉള്ളിൽ നനവും കാണുന്നുണ്ട്. അപ്പോൾ കൂട്ടത്തിൽ കൂടെ നമുക്ക് ആ ഗിയർ ബോക്സ് അഴിച്ചിട്ട് അതിൻ്റെ ഓയിൽ സീലും ആ ബെയറിങ്ങും ഓയിലും മാറ്റി റീസെറ്റ് ആകാം. അതല്ലെങ്കിൽ പിന്നീട് ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് പോയി കഴിയുമ്പോൾ പിന്നെ ഈ വർക്കിനായിട്ട് നമ്മൾ പിന്നീട് കയറ്റേണ്ടി വരും. അപ്പോൾ ബാക്ക് ബ്രേക്ക് ഷോക്ക് ഏകദേശം ആയിട്ടുണ്ട്. പിന്നെ ജനറലായിട്ട് സർവീസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകളൊക്കെ ചെറുതായിട്ട് കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഇടാം. അപ്പോൾ എഞ്ചിൻ്റെ ഭാഗം ഫസ്റ്റ് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതിന് ശേഷം ബാക്കിയത്തെ ചെയ്താലാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഫ്രണ്ട് ബ്രേക്ക്, ഫ്രണ്ട് ബുഷ്, ബ്രേക്കിൻ്റെ കേബിളുകൾ, അതൊക്കെ എന്തെങ്കിലും മാറ്റേണ്ടതായിട്ടുണ്ട്. ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ്, അത്ര ഐറ്റംസ് ഓൾറെഡി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ കംപ്ലയിൻറ്റ് കാണുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട്. വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും വരുമെന്നുണ്ടെങ്കിൽ നമുക്കത് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വണ്ടി ടെസ്റ്റ് ഡ്രൈവ് എടുക്കുന്ന സമയത്തേക്കാണ് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ കാർബറേറ്ററൊക്കെ നമ്മൾ ഫുൾ ക്ലീൻ ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ എയർ ഫിൽറ്റർ മാറ്റി പുതിയതിടണം, പ്ലഗ് മാറ്റി പുതിയതിടണം. എഞ്ചിൻ ഓയിൽ കഴിഞ്ഞ ദിവസം ഒഴിച്ചതാണ്. പക്ഷേ നമുക്ക് അതിനകത്ത് ഒരല്പം കുറച്ച് ലെവൽ ടോപ്പപ്പ് ചെയ്യേണ്ടി വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരല്പം ഓയിൽ പോകും എന്തായാലും. പിന്നെ ഓയിൽ സീലുകൾ, ഈ സൈഡ് തന്നെ ഓയിൽ സീൽ, ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഓയിൽ സീലുകളൊക്കെ മാറ്റിയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എഞ്ചിൻ്റെ ഭാഗം നമ്മൾ ചെയ്യുമ്പോൾ ആ ഭാഗം ക്ലിയർ ചെയ്ത് കറക്റ്റായിട്ട് ചെയ്ത് പോവാം. അതും ഈ പറഞ്ഞ രീതിയുടെ പാർട്സ് മാറ്റി ചെയ്യണം. അതായത് സിലിണ്ടർ പ്രശ്നമൊക്കെ മാറ്റി ചെയ്യുമ്പോൾ നമ്മൾ വാറണ്ടി തന്നെയാണ് ചെയ്യണേ. 1 വർഷത്തെ വാറണ്ടിയിൽ നമുക്ക് ചെയ്തു തരും. അതിൻ്റെ ആഫ്റ്റർ സർവീസ് കാര്യങ്ങൾ നമ്മൾ പറയുന്ന രീതിയിൽ കൃത്യ ടൈമിങ്ങിലൊക്കെ ചെയ്യണമെന്ന് മാത്രം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൃത്യമായിട്ട് ഞാനത് വണ്ടി വർക്ക് കംപ്ലീറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് പറഞ്ഞു തരാം. അതും പ്രകാരം ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം. എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. അതിനകത്ത് നമ്മളിപ്പോൾ ഈ സിലിണ്ടർ ഹെഡിൻ്റെ ഈ ഭാഗം വരുന്നുണ്ട്. ഗിയർ ബോക്സിൻ്റെ ഭാഗം അഴിച്ചിട്ട് അതിൻ്റെ ഓയിൽ സീൽ, ഓറിങ് കാര്യങ്ങളൊക്കെ മാറ്റി, ഓയിൽ സീൽ, ഓയിൽ കാര്യങ്ങളൊക്കെ മാറ്റി റീസെറ്റ് ചെയ്യണത്, അതിൻ്റെ എസ്റ്റിമേറ്റ് കാണിക്കുന്നുണ്ട്. കാർബറേറ്റർ ക്ലീനിങ്, എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്യുന്നത്, പിന്നെ അതേപോലെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകൾ 2 കംപ്ലയിൻ്റ് ഉണ്ട്, ബുഷ് കംപ്ലയിൻ്റ് ഉണ്ട്, വീൽ ബെയറിംഗ് കംപ്ലയിൻ്റ് ഉണ്ട്. അത്രയും ഭാഗം ഞാനത് ഉൾപ്പെടുത്തുന്നുണ്ട്. ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വണ്ടി ടെസ്റ്റ് ഡ്രൈവ് നടത്തിയിട്ട് എന്തെങ്കിലും അഡീഷണൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അഡീഷണൽ എസ്റ്റിമേറ്റ് ആയിട്ട് പറയാം. ഇത്രയും ഭാഗം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് വീഡിയോ ഞാൻ വാട്സാപ്പിലേക്ക് ഇടാം കേട്ടോ. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.